നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. സുവർണോത്സവം സാംസ്കാരിക കൂട്ടായ്മ ടൗൺ ഹാളിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഖാദി ഗ്രാമ വ്യവസായ അസോസിയേഷന്റെ പുനരുദ്ധരിച്ച സ്ലൈവർ പ്ലാന്റ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. CPI മാടക്കത്ര ലോക്കൽ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക സർവകലാശാല ജനറൽ കൌൺസിലിന് മുന്നിൽ പെൻഷൻകാരുടെ പ്രതിഷേധം CPM ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. സുവർണോത്സവം സാംസ്കാരിക കൂട്ടായ്മ തൃശൂർ ടൗൺ ഹാളിൽ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടി കാൽ നൂറ്റാണ്ടിനു ശേഷം തൃശൂർ ജില്ലയ്ക്ക് സുവർണ കിരീടം ലഭിച്ചതിന്റെ സന്തോഷം പങ്കുവയ്ക്കാനാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അനുമോദിച്ചു. ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി നിർവഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷനായി. P ബാലചന്ദ്രൻ MLA, തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ AK അജിതകുമാരി, വിദ്യാഭ്യാസ വകുപ്പ് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ PG ദയ എന്നിവർ പങ്കെടുത്തു. സ്വീകരണത്തിന്റെ ഈ സ്വർണോത്സവത്തിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം അവാർഡ് നൽകലും ഇവിടെ അനുവദിക്കാനാകുന്ന വിധത്തിലുള്ള ചില കലാപരിപാടികൾ കൂടി അവതരിപ്പിക്കലുമൊക്കെയാണ് ഈ സുവർണോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. 26 വർഷത്തിന് ശേഷം സാംസ്കാരിക തലസ്ഥാനത്തിന്റെ ഹൃദയഭൂമിയിലേക്ക് നമ്മുടെ സ്വർണ്ണക്കപ്പ് വന്നിരിക്കുകയാണ്. 117.5 പവൻ സ്വർണം കപ്പായി. ഒരുപക്ഷെ ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥികളുടെ കലോത്സവത്തിൽ ഇത്തവണ ആ സ്വർണ്ണക്കപ്പ് മുത്തിയ ജില്ലയുടെ പേര് കാലമുള്ളിടത്തോളം കാലം രേഖപ്പെടുത്തും. അത് നമ്മുടെ പ്രിയപ്പെട്ട തൃശ്ശൂർ ജില്ലയാണ്. യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണക്കപ്പ് ഔപചാരികമായി സ്വർണത്തിന്റെ കപ്പാണെന്നുള്ളത് കൊണ്ട് ട്രഷറിയിൽ കൂട്ടിവെക്കുമെങ്കിലും ആ സ്വർണ്ണക്കപ്പിന്റെ യഥാർത്ഥ അവകാശികൾ 1000-ലേറെ വരുന്ന തൃശ്ശൂർ ജില്ലയിലെ നാളത്തെ അഭിമാനമായി മാറിയിട്ടുള്ള നമ്മുടെ പ്രതിഭകളാണ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഞാൻ അവരെല്ലാവരെയും കേരള സർക്കാരിന് വേണ്ടി ഒരു ബിഗ് സല്യൂട്ട് നൽകാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് ഞങ്ങളുടെ ഹൃദയത്തിൽ തട്ടി പറഞ്ഞ പ്രശ്നങ്ങളാണ്. അജിതകുമാരി ടീച്ചർ പറഞ്ഞതുപോലെ 64ാമത് സ്കൂൾ യുവജനോത്സവത്തിന്റെ തിരശ്ശീല വീഴുന്ന സമയത്ത് നമ്മുടെ എല്ലാം മനസ്സിലുണ്ടായിരുന്ന ഒരു ആദിയിലായിരുന്നു. സമ്മാനം അവസാനം ഉറച്ചു. ഇനി പാലക്കാടുമായിട്ട് ഒരു ചെറിയ പോയിന്റ് നിലയുടെ താരതമ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെന്ന് നിന്ന് ഞാനും കളക്ടറും DDയെ വിളിച്ചു. DD ജീവൻ പോയാൽ രംഗപ്രവേശനം ചെയ്യുന്നില്ല, തീരുമാനം പറഞ്ഞിട്ടേ വേദിയിലേക്ക് വരൂ എന്ന് പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ ആ തീരുമാനം അറിയുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ അവിടെ ഉള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള കുട്ടികൾ മാത്രമല്ല മുഴുവൻ മനുഷ്യരും ആനന്ദം കൊണ്ട് ഹൃദയം നിറഞ്ഞ അഭിമാനകരമായിട്ടുള്ള ഈ കലോത്സവ വിജയത്തിന് നമ്മൾ പ്രാപ്തരായി. ഈ മാനേജർ രശ്മി ടീച്ചർ ഉൾപ്പെടെയുള്ള വിദ്യാലയത്തിൽ നിന്ന് വന്നുള്ള സാദിഖ് മാഷ്, പ്രദീപ് മാഷ് ഉൾപ്പെടെയുള്ള അധ്യാപകര്, പ്രധാന അധ്യാപകർ കിരൺ മാഷ്, ശ്രീജിഷ് മാഷ് തുടങ്ങിയവർ വേദിയിലേക്ക് വരും. കേരള ഖാദി ഗ്രാമ വ്യവസായ അസോസിയേഷന്റെ പുനരുദ്ധീകരിച്ച സ്ലൈവർ പ്ലാന്റ് ഉദ്ഘാടനം സുരേഷ് ഗോപി MP നിർവഹിച്ചു. 9 മാസമായി ഈ പ്ലാന്റിന്റെ പ്രവർത്തനം മുടങ്ങിക്കിടക്കുകയായിരുന്നു. സുരേഷ് ഗോപി MPയുടെ നേതൃത്വത്തിൽ ലക്ഷ്മി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ധനസഹായത്തോടുകൂടിയാണ് പുനരാരംഭിച്ചത്. ഔപചാരിക ഉദ്ഘാടനം മെഷീനറികളുടെ സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ മന്ത്രി നിർവഹിച്ചു.
പ്ലാന്റിന്റെ പ്രവർത്തനത്തിൽ സംതൃപ്തി രേഖപ്പെടുത്തിയ മന്ത്രി ജീവനക്കാരെ അനുമോദിക്കുകയും അസോസിയേഷന്റെ ഉൽപാദന വിപണന കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്താൻ വേണ്ട പ്രയത്നങ്ങൾ നടത്താനും ആവശ്യപ്പെട്ടു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ, ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സംസ്ഥാന ഡയറക്ടർ CG ആണ്ടവർ, BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജോസഫ്, സൂര്യ ഷോബി, PN സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു പഞ്ചായത്ത് ചന്തുവും ഹരി എന്നെ സംബന്ധിച്ച് ഒരു MP എന്ന നിലയ്ക്ക് നമുക്ക് എൻ്റെ കക്ഷിയുടെ MP എന്ന നിലയ്ക്ക് കേരളത്തിൽ ഒരുപക്ഷെ നവകണക്കിന് ചുക്കാൻ പിടിച്ച 2 പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ്. അപ്പം അതുകൊണ്ട് വളരെയധികം പ്രത്യേകതയുണ്ട്. അവണിശ്ശേരി പഞ്ചായത്ത് ദത്തെടുത്ത കാലം മുതൽ സൂര്യ തുടങ്ങി വെച്ച ഒരു ചൈത്രയാത്ര സൂര്യാമ്പഴം. പുത്തൂർ പഞ്ചായത്തിലെ പുളിഞ്ചോട്, എട്ടാംകല്ല് എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റുകൾ റവന്യൂ മന്ത്രി സ്വിച്ച് ഓൺ ചെയ്തു. നാട് നേരിടുന്ന വലിയ പ്രശ്നം മയക്കുമരുന്ന് എന്ന വിപത്താണെന്നും ലഹരി ഉപയോഗം വലിയ ദുരന്തമായി കാണുന്നുണ്ടെന്നും മനുഷ്യനെ കൊല്ലാൻ, അച്ഛനെയും അമ്മയെയും വരെ ആക്രമിക്കാൻ കഴിയും വിധം മനസ്സുറച്ച ആളുകളെ സൃഷ്ടിക്കുന്ന ക്രൂരതയിലേക്ക് ലഹരി ഉപയോഗം കടക്കുകയാണെന്നും അത്തരം ആളുകളുടെ കണ്ണുകൾ മുറിക്കാൻ ഓരോരുത്തരും തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു. MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന നിലാവുറങ്ങാത്ത ഒല്ലൂർ പദ്ധതിയുടെ ഭാഗമായാണ് പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പുളിഞ്ചോട്, എട്ടാംകല്ല് സെന്റർ എന്നിവിടങ്ങളിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ സതി പുഷ്പാകരൻ, KN ശിവൻ, പരിസരവാസികൾ എന്നിവർ പങ്കെടുത്തു. പോകാനുള്ള വഴിയിലെ വെളിച്ചമൊരുക്കുക, പാമ്പുകളൊക്കെ കടിക്കാതിരിക്കാൻ ഒരു വെളിച്ചത്തിന്റെ കണിക ഉണ്ടാവുക, മറ്റു മൃഗങ്ങൾ വന്ന് ആക്രമിക്കാതിരിക്കാൻ ഒരു വെളിച്ചം ഉണ്ടാവുക, വണ്ടിയിൽ പോയി മാല പൊട്ടിക്കുന്നവന്റെ പരിപാടി നടക്കാതിരിക്കാൻ ഒരു വെളിച്ചം ഉണ്ടാവുക. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ നമ്മുടെ നാട് നേരിടുന്ന നമ്മളെല്ലാവരും ഒറ്റ മനസ്സായി പട്ടാളത്തെക്കാൾ കരുത്തോടെ ഒരു സൈന്യ തുല്യമായിട്ടുള്ള യുദ്ധം നടത്തേണ്ട പ്രശ്നം നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്ന മയക്കുമരുന്നിന്റെ വിപത്തിനെതിരെയാണ്. കേവലം മദ്യപാനം അല്ലാതെ അതൊരു വളരെ ഗുരുതരമായിട്ടുള്ള ദുരന്തമായി നമ്മുടെ തലയ്ക്ക് മീതെ ഒരു പേമാരി പോലെ പെയ്യുന്നു. കുട്ടികളൊക്കെ ഏറ്റവും ചെറിയ പ്രായത്തിൽ അറിയാതെ ഈ പ്രശ്നങ്ങളിലേക്ക് ഇടപെടുന്നു എന്ന ധാരണയുണ്ടായി. നേരത്തെ നമ്മൾ കാണുന്നത് പോലെയല്ല ലഹരി ഇപ്പോൾ ആളുകൾക്കിടയിൽ പടർന്നു വന്നിരിക്കുന്നത്. അത് കേവലം ചുരുണ്ടുകൂടി ഇറങ്ങാനോ തളർന്നു വീഴാനോ പറ്റുന്ന ഒന്നിൽ നിന്ന് മാറി ലാസലഹരി എന്നൊക്കെ പറയുന്നത് പോലെ കൃത്രിമമായിട്ടുണ്ടാക്കുന്ന വിവിധങ്ങളായിട്ടുള്ള സൗകര്യങ്ങളുടെ ലഹരി മനുഷ്യനെ കൊല്ലാനും അച്ഛനും അമ്മയെയും വരെ ആക്രമിക്കാനും മടിയില്ലാത്ത മനസ്സുറച്ച ആളുകളെ സൃഷ്ടിക്കുന്ന ക്രൂരതയിലേക്ക് കടന്നതോടെ അവരുടെ താവളങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി ആ കണ്ണി മുറിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ കൈനൂർ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സാങ്കേതിക അനുമതി ലഭിച്ചതായി സ്ഥലം MLAയും റവന്യൂ മന്ത്രിയുമായ K രാജൻ അറിയിച്ചു. പീച്ചി അണക്കെട്ടിൽ നിന്ന് 18 കിലോമീറ്റർ അകലെ മണലിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച ഒരു സെമി പെർമനന്റ് സ്ട്രക്ചറാണ് കൈനൂർ ചിറ. 9 കിലോമീറ്ററിലധികം നീളമുള്ള പുത്തൂർ ഡൈവേഷൻ കനാലിലൂടെ ജലവിതരണം സുഗമമാക്കാൻ നദിയുടെ ജലനിരപ്പ് ഉയർത്തുക എന്നതാണ് പ്രാഥമിക ധർമ്മം. നദിയിൽ നിന്നെടുക്കുന്ന വെള്ളം ജലസേചനത്തിന് നിർണായക പങ്കുവഹിക്കുന്നു. കാർഷിക സുസ്ഥിരത ഉറപ്പാക്കുന്നതിനും കിണർ റീചാർജിങ്ങിലും ഭൂഗർഭ റീചാർജിങ്ങിലും സുപ്രധാനമായ പങ്കുണ്ട്. കൈനൂർ ഭാഗത്ത് മണലിപ്പുഴയുടെ ഇരുകരകളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പ്രദേശവാസികളിൽ നിന്നും 1 ദശാബ്ദത്തിലേറെയായി ഉയർന്നുവരുന്ന ആവശ്യമാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ്. ഈ പ്രവൃത്തി നടപ്പിലായാൽ ഗതാഗതം എളുപ്പമാകും. ചിറയുടെ വാർഷിക അറ്റകുറ്റപ്പണികൾക്കായി ചിലവാകുന്ന തുക ഒഴിവാക്കാനും സാധിക്കും. കൈനൂർ ചിറ പൂർണ്ണമായും പൊളിച്ചുമാറ്റി 46 മീറ്റർ നീളത്തിൽ പണിയുന്ന RCBക്ക് 10 മീറ്റർ നീളത്തിൽ 3 മീറ്റർ ഉയരത്തിലുള്ള 4 ഷട്ടറുകൾ വിഭാവനം ചെയ്തിരിക്കുന്നു. ഈ പ്രവൃത്തിക്ക് 2024 ഡിസംബർ 21 ഗവൺമെന്റിൽ നിന്ന് 10 കോടി രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ചിരുന്നു. 2025 മെയ് 2 തുറക്കത്തക്ക രീതിയിൽ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. തൃശൂർ പൂരം വെടിക്കെട്ട് ഗംഭീരമായി നടക്കുമെന്നും ഇപ്പോഴുള്ള വിവാദം തരികിട പരിപാടിയെന്നും സുരേഷ് ഗോപി. പൂരവുമായി തുടരുന്ന അനിശ്ചിതത്വത്തിൽ പ്രതികരണവുമായാണ് കേന്ദ്രമന്ത്രി എത്തിയത്. ഇപ്പോഴത്തെ വിവാദം തരികിട പരിപാടിയാണ്. പൂരം വെടിക്കെട്ട് ഗംഭീരമായി നടക്കും. പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും ദേവസ്വം ഭാരവാഹികളെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ മുൻപിൽ കൊണ്ടുപോയിരുത്തി 2 മണിക്കൂർ ചർച്ച ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു.
ഓരോ വകുപ്പിനെയും വിളിച്ചിരുത്തിയാണ് ചർച്ചകൾ നടത്തിയത്. കേന്ദ്ര നിയമം മാറ്റുന്നത് ഇന്ത്യയിലെ മുഴുവൻ ഇടങ്ങളെയും ബാധിക്കുന്ന കാര്യമാണ്. പുനഃക്രമീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് കണ്ണൂരിൽ കൊണ്ടുവച്ച് പൊട്ടിച്ചത്. അപകടങ്ങൾ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ കോടതിയും ജനങ്ങളും സർക്കാരിനോട് ചോദിക്കും. വേലയ്ക്ക് താനും കൂടി നിന്നാണ് വെടിക്കെട്ടിന് അനുമതി നേടിക്കൊടുത്തതെന്നും ചില രാഷ്ട്രീയ സൗകര്യങ്ങൾക്ക് വേണ്ടി പലതും മറച്ചുവെക്കുകയാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി. CPI മാടക്കത്ര ലോക്കൽ സമ്മേളനവും പൊതുസമ്മേളനവും മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനയെ തകർത്തുകൊണ്ട് ഇന്ത്യയെ മതരാഷ്ട്രമാക്കി തീർക്കാനുള്ള ഫാസിസ്റ്റ് ഭരണകൂടമാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഭരണഘടനയെ സംരക്ഷിക്കാനും ഇന്ത്യ മഹാരാജ്യത്തെ മതേതരത്വം നിലനിർത്താനും CPI ജനപക്ഷത്ത് നിന്നുകൊണ്ട് വൻ പോരാട്ടങ്ങൾ നടത്തിവരികയാണെന്നും മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നടത്തിക്കൊണ്ട് പറഞ്ഞു. ഒല്ലൂർ മണ്ഡലം സെക്രട്ടറി PG റജി, ജില്ലാ കമ്മിറ്റി അംഗം പ്രസാദ് പാറേരി, കനിഷ്കൻ വല്ലൂർ എന്നിവർ പങ്കെടുത്തു. മാർട്ടിൻ നാഥൻ, VP കിഷോർ, AG മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി. ഈ സമ്മേളനം ചർച്ച ചെയ്യേണ്ടത് ശക്തമായിട്ടുള്ള രാഷ്ട്രീയം ഏറ്റവും ഗംഭീരമായി KK വത്സരാജ് ഉദ്ഘാടന പ്രസംഗത്തിൽ അവതരിപ്പിച്ചതാണ്. ആ പ്രസംഗവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കി ഇവിടെ അവതരിപ്പിച്ച കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനം അടിയന്തരമായി ഇടപെടേണ്ടതും കാണേണ്ടതുമായ നിരവധി പ്രശ്നങ്ങളുടെ നടുവിലാണ്. അതിലൊന്നാമത്തെ പ്രശ്നം കേരളത്തിന്റെ എല്ലാ തലങ്ങളിലും വികസനത്തിന്റെ നേട്ടം അർജിച്ച് സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റിനെതിരായി സംഘടിതമായിട്ടുള്ളൊരു ഗൂഢാലോചനയുടെ വേദിയായി കേരളം മാറ്റുന്നതിന് വേണ്ടി പ്രതിപക്ഷം മാത്രമല്ല ഈ ഗവൺമെന്റ് ഉണ്ടായിരിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വിധത്തിലുള്ള ശക്തികളും നുണപ്രചരണങ്ങളുടെ അകമ്പടിയോടെ കേരളത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ടൊരു ഘട്ടമാണ് ഈ ഘട്ടം. തെക്കുംകര കളറാകുന്നു. തെക്കുംകര പഞ്ചായത്തിന്റെ ശുചിത്വ സുന്ദര മച്ചാട് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് പഞ്ചായത്ത് പരിധിയിലെ പൊതു ഇടങ്ങളിൽ വർണ്ണവിസ്മയം തീർക്കുന്നത്. മച്ചാടിന്റെ സ്വന്തം കലാകാരൻ ഷാജു കുറ്റിക്കാടനാണ് ശുചിത്വ ബോധവൽക്കരണ സന്ദേശ ചിത്രങ്ങൾ ഒരുക്കുന്നത്. പരിസര ശുചിത്വം നിലനിർത്തും, വലിച്ചെറിയൽ പ്രവണത ഒഴിവാക്കിയും പ്രകൃതി സൗഹാർദ്ദമാക്കി ശുചിത്വ ഗ്രാമമാക്കാനുള്ള ബോധവൽക്കരണ സന്ദേശങ്ങൾക്ക് നിറം പകരുകയാണ് മച്ചാടിന്റെ സ്വന്തം കലാകാരൻ. തെക്കുംകര പഞ്ചായത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ വർണ്ണക്കാഴ്ചകൾ ഒരുക്കുകയാണ് ഷാജു കുറ്റിക്കാടൻ. ശുചിത്വം, മാലിന്യ സംസ്കരണം പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വിവിധ ഇടങ്ങളിൽ പെയിന്റിങ്ങുകൾ തീർക്കുന്നു. തെക്കുംകര പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നിർമ്മാർജ്ജന സന്ദേശം പകരുന്ന പെയിന്റിംഗ് തീർക്കുന്നുണ്ട്. പൊതുസ്ഥലങ്ങളായ സ്കൂൾ മതിലുകൾ, പഞ്ചായത്ത് കിണറുകൾ, ആശുപത്രി പരിസരം, സർക്കാർ ഓഫീസുകളുടെ മതിലുകൾ, അംഗൻവാടികളെല്ലാം ഇത്തരത്തിൽ പെയിന്റിങ്ങുകൾ തീർക്കുന്നു. കൂടുതൽ വൃത്തിയും മനോഹരവുമായ ഗ്രാമമാക്കി മാറ്റാൻ കേരളത്തിന് തന്നെ മാതൃക തീർക്കാൻ കഴിയുന്ന പ്രവൃത്തികളാണ് തെക്കുംകരയിൽ തുടരുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉപയോഗിച്ച് 18 വാർഡുകളിലും മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ നടന്നുവരുന്നുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാറും പഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ TN ബിന്ദുവും പറഞ്ഞു. ശുചിത്വ സുന്ദര മച്ചാട് എന്ന പദ്ധതിയുടെ ഭാഗമായി തെക്കുംകര പഞ്ചായത്തിലെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും ഇതുപോലെ ശുചിത്വ സന്ദേശ മെസ്സേജുകളും ശുചിത്വ സന്ദേശങ്ങളും ചിത്രങ്ങളും സഹിതം കുറേ സ്ഥലങ്ങളിൽ നമ്മൾ അംഗനവാടികളുടെ ചുമരുകൾ, ഇതുപോലെ ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ ചുവരുകൾ, കിണറുകൾ, അങ്ങനെ വ്യാപകമായി നമ്മൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അതിനോടനുബന്ധിച്ച് തന്നെ ശുചിത്വ പ്രവർത്തനങ്ങളും ഏതൊക്കെ മേഖലകളിലാണ് ശുചിത്വമില്ലാതിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതും ശുചിത്വവും ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് ചാരിതാർത്ഥ്യനാണ് ഞാൻ. എന്തായാലും എല്ലാ പ്രദേശങ്ങളിലും ഇതുപോലെ ശുചിത്വ സന്ദേശം എത്തിക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. മാലിന്യമുക്തം ക്യാമ്പയിനിന്റെ ഭാഗമായി ഞായറാഴ്ച കേരളം മാലിന്യമുക്ത സംസ്ഥാനമായി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു. മാടക്കത്ര പഞ്ചായത്ത് 14-ാം വാർഡ് മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപനം നടത്തി. 14-ാം വാർഡ് മെമ്പർ KP പ്രശാന്ത്, വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പുഷ്കരൻ, പഞ്ചായത്ത് സെക്രട്ടറി, ജീവനക്കാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. മാലിന്യമുക്ത പ്രതിജ്ഞ ഭവ്യ ചൊല്ലിക്കൊടുത്തു. ഞാൻ വലിച്ചെറിയില്ല. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഞാൻ ഉപയോഗിക്കുകയില്ല. ശുചിത്വത്തിനായി മാലിന്യമുക്ത നവകേരളത്തിനായുള്ള ജനകീയ ക്യാമ്പയിന്
ക്യാമ്പയിന് വേണ്ടി നാടിനോടൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ അങ്കണവാടികളിലേക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പുത്തൂർ പഞ്ചായത്ത് 3 ലക്ഷം രൂപ ചിലവഴിച്ചാണ് അങ്കണവാടികളിലേക്ക് ആവശ്യമായ ഗ്യാസ് അടുപ്പ്, കുക്കർ, ഷെൽഫ്, ബെഞ്ച് എന്നിവ വിതരണം ചെയ്തത്. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബി വർഗീസ് അധ്യക്ഷത വഹിച്ചു. ICDS ഓഫീസർ ദീപ, പഞ്ചായത്ത് അംഗം ഷാജി വാരപ്പെട്ടിയിൽ, അങ്കണവാടി അധ്യാപിക സ്മിത എന്നിവർ സംസാരിച്ചു. വാങ്ങിക്കൊള്ളുന്ന ഉപകരണങ്ങളുടെ വിതരണ ചടങ്ങാണ് നടത്തുന്നത്. പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ സമൂഹത്തിൽ വരുന്ന ഏറ്റവും വലിയ വിപത്ത് നമുക്കറിയാം ലഹരി കാര്യങ്ങളൊക്കെയാണ്. കൊച്ചുമക്കളെ ട്രെയിൻ ചെയ്ത് വളർത്തുന്നതിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു പങ്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ അംഗനവാടിക്ക് ആവശ്യമുള്ളത് അതുകൊണ്ടാണ് പഞ്ചായത്തായാലും ICDS ആയാലും നിങ്ങളുടെ ആവശ്യം ചോദിച്ച് പറയുന്നത്. നല്ല രീതിയിൽ നിങ്ങൾക്കത് ഉപയോഗിക്കട്ടെ. പറയാം 2 പേരുള്ളൂ. അപ്പോൾ ചില അംഗനവാടിയിൽ നിങ്ങൾ കുട്ടികൾ കൂടുതലുണ്ട്, ചിലർക്ക് കുറവാണ്. അപ്പോൾ കുക്കറെന്നൊക്കെ പറയുന്നത് നമുക്കറിയാം, ഒരാളില്ലെങ്കിൽ പിള്ളേരെ നോക്കലും ഭക്ഷണം ഉണ്ടാക്കലും നല്ല ബുദ്ധിമുട്ടാണ്. രാവിലെ അവർക്ക് മോർണിംഗ് സ്നാക്സ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഇപ്പോൾ പാല്, മുട്ട, പിന്നെ നട്സിൻ്റെ, പിന്നെ അപ്പോഴേക്കും ഉച്ചയ്ക്ക് അപ്പോഴേക്കും പോകാറായി. അപ്പോഴേക്കും ഒരു മാവ് പായസം, ചെറുപയർ,
ഞാൻ കൃത്യമായിട്ട് പറയുന്നത് എൻ്റെ മോൾ അംഗനവാടി പോകാൻ നന്നായിട്ട് നമുക്കറിയാം. നമ്മളവിടെ ചെല്ലുമ്പോഴേക്കും കുഞ്ഞുമ്മ ടീച്ചർ സ്നാക്സിനുള്ള പരിപാടി നമുക്കുണ്ടാവും. അതിൻ്റെ ഇടയിൽ കഷ്ണകരി ഉണ്ടാവും. സ്മിത ടീച്ചർ ഇല്ലെങ്കിൽ എല്ലാവരും ഇവരുടെ പിന്നാലെ ചുറ്റി നടക്കും. അപ്പോൾ അത് നല്ലൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. ഉറപ്പിട്ട് മുക്കാട്ടുകര സെന്റ് ജോർജസ് ചർച്ചിൽ വചനോത്സവം 2025 നിയോഗ പ്രാർത്ഥന കൺവെൻഷൻ മാർച്ച് 29 മുതൽ ഏപ്രിൽ 1 വരെ. ദൈവവചന പ്രഘോഷണം, രോഗശാന്തി ശുശ്രൂഷ അതിരൂപത മെത്രാപ്പോലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. ഫാദർ മാത്യു വയലമണ്ണിൽ നേതൃത്വം നൽകുന്നു. വികാരി ഫാദർ പോൾ പിണ്ടിയാൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് പുത്തൂക്കര എന്നിവർ നേതൃത്വം നൽകുന്നു. സ്കോൾ കേരള മുഖേന ആരോഗ്യവകുപ്പിന്റെയും നാഷണൽ ഹെൽത്ത് മിഷന്റെയും സഹകരണത്തോടെ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ഡൊമിസിലറി നഴ്സിംഗ് കെയർ കോഴ്സ് 2ാം ബാച്ചിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷിക്കാനുള്ള തീയതി നീട്ടി. 100 രൂപ പിഴയോടുകൂടി ഏപ്രിൽ 15 വരെ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യാം. www.scolekerala.org എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി നിർദ്ദേശങ്ങൾ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0412342950. കാർഷിക സർവകലാശാല ജനറൽ കൌൺസിലിന് മുൻപിൽ പെൻഷൻകാരുടെ പ്രതിഷേധം CPM ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിൽ നിന്നും വിരമിച്ച അധ്യാപക അനധ്യാപക തൊഴിലാളി വിഭാഗം പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ നൽകാത്തതിൽ പ്രതിഷേധിച്ച് ജനറൽ കൌൺസിലിന് മുന്നിൽ ധർണ നടത്തി. യൂണിവേഴ്സിറ്റി പെൻഷനേഴ്സ് ഫോറം KAU പ്രസിഡന്റ് ഡോക്ടർ രഞ്ജിൻ S കരിപ്പായിയുടെ അധ്യക്ഷതയിൽ നടന്ന ധർണ CPIM മണ്ണുത്തി ഏരിയ സെക്രട്ടറി MS പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. 4 വർഷമായി കമ്മ്യൂട്ടേഷൻ ആനുകൂല്യങ്ങൾ പോലും വിതരണം ചെയ്യാതിരിക്കെ വിഷയം പരമാധികാര സഭയായ ജനറൽ കൌൺസിലിൽ ചർച്ച ചെയ്യാൻ വിസമ്മതിച്ച VCയുടെ ജനാധിപത്യ വിരുദ്ധ നടപടിയിൽ പ്രതിഷേധിക്കുന്നതായും കൂടുതൽ ശക്തമായ സമരം ഏറ്റെടുക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. യൂണിവേഴ്സിറ്റി പെൻഷനേഴ്സ് ഫോറം കേരളയുടെ ജോയിന്റ് സെക്രട്ടറി V സ്റ്റാലിൻ, ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ A പ്രേമ, എംപ്ലോയീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി KR പ്രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. PM രമേശ് ചന്ദ്രൻ, NV ചന്ദ്രൻ, PV രാധ, PV മത്തായി, PG ബാബുരാജ് എന്നിവർ നേതൃത്വം നൽകി. ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ കീഴിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിൽ മെഡിക്കൽ ഓഫീസർമാരെ താൽക്കാലികമായി കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട്. പ്രായപരിധി 62 വയസ്സ്, 50,000 രൂപയാണ് ശമ്പളം. അപേക്ഷകൾ ഏപ്രിൽ 5 വൈകിട്ട് 5-നകം തൃശൂർ ആരോഗ്യ കേരളം ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 00487 2325 എന്ന നമ്പറിലോ അല്ലെങ്കിൽ വെബ്സൈറ്റ് www.arogyakeeralam.gov.in. മറ്റൊരിടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. വാർത്തകൾ തുടരുന്നു. പോലീസിനെ ആക്രമിച്ച് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിലെ 2 യുവാക്കൾ റിമാൻഡിലേക്ക്. മറ്റത്തൂർ നൂലുവള്ളി സ്വദേശി വിഷ്ണു, മറ്റത്തൂർ നാടിപ്പാറ സ്വദേശി നവീൻ എന്നിവരെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡിപ്പാർട്ട്മെന്റ് ജീപ്പിൽ ഇരിങ്ങാലക്കുടയിൽ എത്തിച്ച് വെള്ളിക്കുളങ്ങര സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ബിവറേജിന് മുൻവശം വച്ച് 2 പേരും റോഡിൽ വാഹനങ്ങൾ തടഞ്ഞ് പോലീസ് വാഹനം കണ്ടപ്പോൾ വാഹനത്തിന്റെ മുൻഗ്ലാസിൽ അടിച്ച് വാഹനം ഓടിച്ച അമൽരാജ് പുറത്തിറങ്ങിയപ്പോൾ കഴുത്തിൽ കുത്തിപ്പിടിച്ച് തെറി പറയുകയും തള്ളുകയും ചെയ്തു. പൊതുജനങ്ങൾ ഇവരെ തടഞ്ഞതിൽ അമൽരാജ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിൽ വെള്ളിക്കുളങ്ങര പോലീസ് എത്തിയാണ് പിടികൂടിയത്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കൃഷ്ണൻ, സബ് ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ, വെൽസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ
സതീഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രാകേഷ്, ഹോംഗാർഡ് പ്രദീപ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ സൈബർ തട്ടിപ്പിലൂടെ ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തിയ കേസിലെ കണ്ണിയായ തമിഴ്നാട് സ്വദേശിയെ റിമാൻഡ് ചെയ്തു. ഫേസ്ബുക്കിലൂടെ നിമ്മി എന്ന വ്യാജ പ്രൊഫൈലിലൂടെ പരിചയക്കാരനുമായി പരാതിക്കാരനുമായി ബന്ധപ്പെട്ട് പരിചയം സ്ഥാപിച്ച് വാട്സാപ്പ് അക്കൗണ്ടുകൾ വഴി ചാറ്റും വോയിസ് കോളും ചെയ്ത് ബന്ധം പുലർത്തി ബാങ്ക് ഉദ്യോഗസ്ഥയാണെന്നും ഹൈദരാബാദിൽ ജോലി ചെയ്യുകയാണെന്നും വിശ്വസിപ്പിച്ച് ജോലി സ്ഥിരപ്പെടുത്താൻ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനാണ് കുവൈറ്റിൽ ഷെഫായി ജോലി ചെയ്യുന്ന തൃശൂർ ചാലക്കുടി കുന്നപ്പള്ളി സ്വദേശി സന്ദീപിൽ നിന്ന് 3,17,000 രൂപ വിവിധ അക്കൗണ്ടുകളിലേക്ക് വാങ്ങി തട്ടിപ്പ് നടത്തിയത്. ഇരിങ്ങാലക്കുട സൈബർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ SHO വർഗീസ് അലക്സാണ്ടർ, SI-മാരായ സൂരജ്, അശോകൻ, SCPO-മാരായ മനോജ്, അജിത് കുമാർ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ ചന്ദ്രശേഖരനെ റിമാൻഡ് ചെയ്തു. സിറ്റി പോലീസ് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ നശിപ്പിച്ചു. 20.564 കിലോ കഞ്ചാവ്, 10.20 ഗ്രാം MDMA എന്നിവ വെള്ളിയാഴ്ച പാലിയേക്കരിക്കടുത്തുള്ള ചിറ്റിശ്ശേരിയിലെ ചൂളയിൽ വെച്ച് കത്തിച്ചു. തൃശൂർ സിറ്റി ഡ്രഗ് ഡിസ്പോസൽ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ലഹരി വസ്തുക്കൾ നശിപ്പിച്ചത്. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലായി 2 കോടി രൂപയോളം വില വരുന്ന കഞ്ചാവും മെത്താഫിറ്റമിനും MDMA-യും ഹാഷിഷ് ഓയിലും സിറ്റി പോലീസ് ഇത്തരത്തിൽ നശിപ്പിച്ചിരുന്നു. നാർക്കോട്ടിക് സെൽ ASI സനീഷ് ബാബു, വനിതാ സിവിൽ പോലീസ് ഓഫീസർ ഷിഫാന, CPO-മാരായ സച്ചിൻ ദേവ്, ജസ്ലിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ലഹരി വസ്തുക്കൾ നശിപ്പിച്ചു കളഞ്ഞത്. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ MDMA-യുമായി യുവാക്കൾ അറസ്റ്റിൽ. നിരോധിത ലഹരി വസ്തുക്കൾ, അനധികൃത മദ്യം എന്നിവയുടെ നിർമ്മാണം, സംഭരണം, വിപണനം ഇത് തടയാൻ കേരള പോലീസിന്റെ ജനമൈത്രി സുരക്ഷാ സമിതി, കടലോര ജാഗ്രതാ സമിതി, അയൽക്കൂട്ടങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ ചേർന്ന് നടത്തിവരുന്ന ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായാണ് കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പരിശോധനകൾ നടത്തി രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്ന് അങ്കനവാടിക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന വാഴപ്പുരയ്ക്കൽ വീട്ടിൽ സുജിത്തിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബൈജു ER, പ്രൊബേഷൻ SI സനദ്, സബ് ഇൻസ്പെക്ടർ ബാബു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബിനൽ, സിവിൽ പോലീസ് ഓഫീസർ കിരൺ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സുവർണോത്സവം സാംസ്കാരിക കൂട്ടായ്മ ടൗൺ ഹാളിൽ റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. ഖാദി ഗ്രാമ വ്യവസായ അസോസിയേഷന്റെ പുനരുദ്ധരിച്ച സ്ലൈവർ പ്ലാന്റ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. CPI മാടക്കത്ര ലോക്കൽ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക സർവകലാശാല ജനറൽ കൌൺസിലിന് മുന്നിൽ പെൻഷൻകാരുടെ പ്രതിഷേധം CPM ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.